Hello guys, welcome back to my channel of Minecraft Hardcore episode 2. അപ്പോൾ ഇന്ന് നമ്മൾ അയൺ ആർമർ അയൺ ആർമർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വേൾഡ് എടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മുടെ വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്നിട്ട് കുറച്ച് മൈൻഡ് ചെയ്യാനായിട്ട് നോക്കി. അതായത് നമ്മൾ ആ മുകളിൽ നിന്ന് കുറച്ചൊന്ന് അടിയിക്ക് മൈൻഡ് ചെയ്യാനായിട്ട് നോക്കി. നമ്മൾ അടിയിക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കേവ് കണ്ടു. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ ടോർച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ വേഗം നമ്മുടെ ഹങ്കർ ഭയങ്കര കുറവാണ്. ഇപ്പോൾ 3 ഹങ്കർ ഉള്ളതുകൊണ്ട് സ്പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാനിപ്പോൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഭക്ഷണമാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച 6 സ്റ്റിക്കർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് തോന്നുന്നു. അവിടെ കണ്ടില്ലേ, ഫർണസിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് മുടുങ്ങാം. ഓക്കെ, നമുക്ക് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണെടുത്ത് കഴിക്കാം. ഓക്കെ, ഹങ്കർ ഫുള്ള് ഉണ്ട്. പക്ഷേ ഈ ഹെൽത്ത് മാത്രമായിട്ട് റീജനറേറ്റ് ചെയ്യണില്ല. അപ്പോൾ സ്റ്റീക്ക് കഴിച്ചുകൊണ്ട് റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വേഗം തന്നെ പോയിട്ട് പിന്നെ നമുക്ക് ഒരു ചെസ്റ്റ് വെക്കണം നമ്മുടെ വീട്ടിൽ. കാരണം നമ്മുടെ വീട്ടിൽ ചെസ്റ്റ് ഇല്ല. ഈ സ്റ്റോറേജിനൊക്കെ വേണ്ടി ആവശ്യം വരുമ്പോൾ നമുക്ക് ചെസ്റ്റ് ഒന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടുന്ന് 2 ചെസ്റ്റ് ഉണ്ടാക്കി പോവാം. അയ്യോ, പ്രഷർ പ്ലേറ്റ് ആണ്. സാറില്ല, പ്രഷർ പ്ലേറ്റ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രഷർ പ്ലേറ്റ് ഇവിടെ വയ്ക്കാം, ഒരെണ്ണോടെ ഉണ്ടാക്കാം. പ്രഷർ പ്ലേറ്റ് വെച്ചുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായ തുറക്കാതെ പോകാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ആക്കാം. ഇവിടെ പ്രഷർ പ്ലേറ്റ് വെക്കില്ല, കാരണം സോംബീസ് ഉണ്ടാവും. രാത്രി സോംബീസ് ഇറങ്ങി വരും. അതുകൊണ്ട് അവിടെ വെക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 4 ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നിരത്തി ഇവിടെ ഇങ്ങോട്ട് വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാം. പിന്നെ ഇവിടെ 5 ഇതുണ്ട്. നമുക്ക് 5 വുഡ് ഉണ്ട്. അത് വെച്ച് നമുക്ക് 5 ഇത് ഉണ്ടാക്കാം. 5 എന്താ ചാർക്കോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ടോർച്ച് നമ്മുടെ വീട്ടിലും കുറച്ച് ടോർച്ച് വീട്ടിന്റെ പുറത്തും വെക്കണം. എന്നാലേ വീട് ഫുള്ള് ലൈറ്റ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുറത്തുനിന്ന് മോബും കാര്യങ്ങളൊന്നും വരില്ല. നമുക്കൊന്ന് കടന്നുറങ്ങാം. നൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ എത്രാമത്തെ ദിവസമാണ്? എനിക്ക് തോന്നുന്നു ഡേ 4 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, 2 ഇത്ര പെട്ടെന്ന് തന്നെ 2 ആയി. ഓക്കെ, 2 ചാർക്കോൾ കിട്ടിയിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് 2 ടോർച്ച് 4 ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ വുഡില്ലാത്ത 2 ടോർച്ച് ഞാനും കരുതി. വേഗം പോയിട്ട് ഈ വുഡ് ഫുള്ള് നമുക്ക് സ്റ്റിക്കാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 8 ടോർച്ച് നിലവിലുണ്ട്. 8 ടോർച്ച് മതി. നമുക്ക് ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ട് 8 ടോർച്ച് മതി. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കേവൊന്നുമില്ല. പിന്നെ കേവ് കണ്ടാൽ ഇറങ്ങാനുള്ള ധൈര്യം നിൽക്കില്ല, കാരണം ഇത് ഹാർഡ് കോർ ആണല്ലോ. സത്യം കൊണ്ട് റീസ്പോൺ ആവാൻ പറ്റില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ 1000 വട്ടം ആലോചിച്ചിട്ട് ഇറങ്ങുള്ളൂ. ഓരോ പടി വെച്ചിട്ട് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്കി ഇവിടെ മൈൻഡ് ചെയ്യാം. ഇവിടെ ഒരു ടോർച്ചൊക്കെയാണ്. നമുക്ക് ഈ ചുറ്റൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടോ, നമുക്കൊന്ന് പോയി നോക്കണം. അയണ് നമ്മുടെ ആദ്യത്തെ അയൺ കിട്ടി. നമുക്ക് മൈൻഡ് എടുക്കാം. പിക്കാക്സോ പിക്കാക്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അയൺ മൈൻഡ് എടുക്കാം. 2 എണ്ണം. 1 2 2 ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2 ഉള്ളൂ എന്നാണ്. 2 അയൺ കിട്ടി. പിന്നെ ശരി, ഇത്രയും നേരം 4 വുഡും കത്തിച്ച് ടോർച്ച് ഉണ്ടാക്കി വന്നിട്ട് വെറുതെ അവിടെ നിന്ന് ഒരു 2 പടി ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ കോല് കിട്ടാവുന്നേ ഉള്ളൂ. നമുക്കത് അറിയില്ലല്ലോ. നമ്മൾ വേഗം പോയിട്ട് ടോർച്ചൊക്കെ ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആയിട്ട്. ഇവിടെ ആണെങ്കിൽ കുറെ കോളുണ്ട്, നിറച്ച് കോളാണ് ഇവിടെ. എന്തായാലും നമുക്ക് ഫുള്ള് ലാവിഷായിട്ട് എടുത്തോണ്ട് പോവാം. ഫുള്ള് കോള് നമുക്ക് എടുത്തോണ്ട് പോവാം. ഓക്കെ, നമ്മളിവിടെ ഉണ്ടായിരുന്ന കോളൊക്കെ കളക്ട് ചെയ്തു. ഏകദേശം ഒരു വലിയൊരു വെയിനായിരുന്നു. 19 കോൾ കിട്ടി ഇവിടുന്ന് തന്നെ. എന്തായാലും നമുക്ക് ഉപകാരപ്പെടും, കാരണം ഇനി കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വയ്ക്കാം. കാരണം ഇനി അടിയിലേക്ക് മൈൻഡ് ചെയ്യുമ്പോൾ ടോർച്ചൊക്കെ ഭയങ്കര ആവശ്യമാണല്ലോ. ഇനി നമുക്ക് ടോർച്ച് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എന്താ ഗ്രാസൊക്കെ ഇത്ര അടിയിൽ വന്നിട്ടുണ്ട്. ഗ്രാസോ അടിക്ക് പോണോ? പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ? അതാണ് ഇപ്പോൾ സംശയം. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ഒരു ഡെഡ് എൻഡ് ആണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല.
നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ആഴത്തിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മൈൻ സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ നമുക്കിപ്പോ വേണ്ട, നമുക്കിനി വേഗം തിരിച്ചു മണിക്ക് കയറാം. ഇവിടെ എന്താ ടോർച്ച്, അല്ലെങ്കിൽ ടോർച്ചിന് ക്ഷാമമാണ്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്കിക്കി. അത് പറഞ്ഞപ്പോ മനസ്സിലായത്, നമുക്ക് ഈ ടോർച്ച് ഉണ്ടല്ലോ, ഞാൻ അറിയാണ്ട് ഇങ്ങനെ വെക്കും. പക്ഷെ ഞാൻ വാണിച്ചിട്ട് വെക്കുന്നതല്ല. പക്ഷെ എന്തോ ഒരു കാര്യത്തിൽ അത് വെക്കുന്നത്, ഞാൻ കളിക്കുന്നതിന്റെ പ്രശ്നമാണോ എന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. അതിന് ലാഗ് അടിച്ചിട്ടാണോ എനിക്കറിയില്ല. ഇപ്പോ 58-40 FPS ഒക്കെ ഉണ്ട്, 62 ഉണ്ട്. അതുകൊണ്ടാവില്ല, എന്തെങ്കിലും ബഗ് റെക്കോർഡേഷന്റെ പ്രശ്നമാണോന്നും അറിയില്ല. വേഗം ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. നമ്മൾ എത്ര അയൺ കിട്ടും നോക്കാം. പിന്നെ എപ്പോഴാണ് ആക്കി അയണ് കിട്ടുന്നത് അപ്പൊ മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, ഈ കേവ് അത്രേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അയണൊന്നും കിട്ടില്ല. ആദ്യം കിട്ടി 2 അയണനെ കിട്ടിയുള്ളൂ. പിന്നെ കുറെ അന്വേഷിക്കാൻ നോക്കി, പക്ഷെ അയണും കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഡിക്ക് ചെയ്ത് പോവാ. ഡിക്ക് അതുകൊണ്ട് തന്നെ ഇനി 100 റൗണ്ട് പോകുമ്പോൾ ചില അയണും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് വേഗം ഡിക്ക് പോവാം. പിന്നെ ടോർച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഫുൾ ഓൺ മൈ, അയ്യോ പണിയാവൂലോ. ഇവിടുന്ന് അങ്ങോട്ട് വാട്ടർ ഫ്ലോ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കുഴിച്ചു പോയി കഴിഞ്ഞാൽ വാട്ടർ സാരില്ല, നമുക്ക് ഇതേനെ കുഴിച്ചു പോവാം. ഇതിനെ കുഴിച്ചുമ്പോ അത്ര പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, പക്ഷെ ഇനി അയൺ കിട്ടും, ഇനി അറിയില്ല, നോക്കാം. പിക്കാക്സ് പൊട്ടി, പുതിയൊരു പിക്കാക്സ് എടുക്കട്ടെ. ഇനി വീണ്ടും നമുക്ക് മൈൻഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ ഓക്കെ, നമ്മൾ അവിടുന്ന് ആ വെള്ളം കണ്ടോണ്ട് ഇത്രയും കുഴിച്ചു പോയി. നമുക്ക് അങ്ങനെ നമ്മുടെ സെക്കൻഡ് അയൺ വീണ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറെ ഉണ്ട്, തോനുണ്ട്. കോളും ഉണ്ട്, ലാഭമായിട്ട്. ഈ അയൺ ഫുള്ള് നമുക്ക് എടുക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ഫുൾ അയൺ ആർമർ ആവാൻ പറ്റും. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതേനെ പോയിട്ട് ഫുള്ള് കോളും അയണും ഫുള്ളാണ് എടുക്കാം. ഓക്കെ, ഇവിടുത്തെ കോളും കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമുക്ക് ഈ ഓട്ടം അടച്ചേക്കാം, അല്ലെങ്കിൽ ഇനി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് വീണ്ടും മൈനിങ് തുടങ്ങാം. ഇപ്പോൾ വൈ ലെവൽ 32-ലാണ് ഇരിക്കുന്നത്. ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ -58 അങ്ങനെ എന്തോ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും അയൺ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്റെ പിക്കാക്സും പൊട്ടി. ഇനി പുതിയൊരു പിക്കാക്സ് ഉണ്ടാക്കണം. ഓനോ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള വുഡ് നമ്മളില്ല, ഇനി തിരിച്ചത്രയും കയറി പോണ്ടേ. ഞാൻ എൻ്റെ വീട് എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. മൈൻഡ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് പിക്കാക്സ് ഒക്കെ പൊട്ടുന്നത്. വേഗം വീടെത്താൻ പറ്റും നോക്കാം. ഓക്കെ, നമുക്ക് വേഗം ഒരു വീടെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഞാൻ വീടെത്തി. ഇവിടെ ഭയങ്കര മഴയാണ്. നമുക്ക് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു പുതിയൊരു 3 പിക്കാക്സ് ഉണ്ടാക്കി. സേഫ്റ്റിക്ക് വേണ്ടി 3 വേണ്ടിയില്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കാം, കാരണം സേഫ്റ്റി ആണ്. ഓ ഗായ്സ്, പിക്കാക്സ് ഉണ്ടാക്കാൻ വുഡല്ല വേണ്ട, സ്റ്റോൺ ആയിരുന്നു വേണ്ട. അറിയില്ലായിരുന്നു. അറിയാണ്ടോണ്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. ഞാൻ വേഗം മൈൻഡ് കിട്ടുക, എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോഴുള്ള പരിചയത്തിൽ വുഡ് പിക്കാക്സ് ഉണ്ടാക്കാൻ വുഡ് വേണം. വുഡ് വേണമെങ്കിൽ അതിന്റെ ആവശ്യമുള്ള വുഡ് നമ്മുടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി. എനിവേസ് നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ മൈൻഡ് പോവാം. ഓക്കെ, ഇവിടെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് ബാക്കി കളിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, ഇനി അടുത്തെന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇവിടെ കുറെ നേരം കാണിക്കാൻ പറഞ്ഞിട്ട് കുറച്ചു നേരം നിങ്ങൾ മൈൻഡിൽ കണ്ടു. ഭയങ്കര ബോറിങ് പരിപാടിയാണ്. കുറച്ചു നേരം നിങ്ങളും കണ്ടോളൂ. തൽക്കാലത്തിന് അത്ര കണ്ടാൽ മതി. ഇനി എപ്പോഴെങ്കിലും അയോണും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗേസ്, നമ്മൾ കുഴിച്ച് ഡീസ്ലൈറ്റിന്റെ ലെവൽ വരെ എത്തി. നമുക്ക് വേറെ അയണിന്റെ കുറെ പീസും കാര്യങ്ങളും കിട്ടി. ഈ അയൺ കൂടി നമുക്ക് കുറച്ചെടുക്കാം. ഇത് ഫുൾ എടുത്ത് നമുക്ക് ഇനി എത്ര അയൺ ബാക്കി ഉണ്ടാവും നോക്കാം. എനിക്ക് ഇത് വെച്ചിട്ട് ഫുൾ അയൺ ആർമർ ഉണ്ടാക്കണമെങ്കിൽ
24 അയൺ പീസ് വേണം. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ 16 ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ഇനി കുഴിക്കാൻ തുടങ്ങാം. ഓക്കെ ഗൈസ്, കുഴിച്ച് അടുത്തൊരു കേവ് വരെ എത്തി. നമുക്ക് ഈ കേവിൽ എന്താ ഉള്ളത് നോക്കാം. ഗൈസ് കുറേ കുഴിച്ചു, ഇപ്പോഴാണ് അടുത്തൊരു കേവ് കണ്ട്. നമുക്ക് ഇവിടെ കുറേ ലാഭ ഉണ്ട്. ലാഭമുള്ളിടത്ത് ഡയമണ്ട് ഉണ്ടാവില്ലേ? ഞാൻ എപ്പോഴും ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാഭമുള്ളിടത്ത് ഡയമണ്ട് ഉണ്ടാവും. ഇത് റവീനല്ലേ? റവീനാണ്. അപ്പോൾ കുറേ അയൺ കിട്ടുള്ള സാധ്യത കിട്ടും. അയ്യോ, ഓക്കെ, നോക്കി നോക്കാം അയൺ കിട്ടുമെന്ന്. ഇവിടെ കോളൊക്കെ ഉണ്ട്, കോൾ നമുക്ക് ആവശ്യം. ഇവിടെ അയണൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം, പോയി നോക്കി നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോയി നോക്കി നോക്കാം, എന്തെങ്കിലുമൊക്കെ അഥവാ കിട്ടുകയാണെങ്കിൽ. ഗൈസ് ഇവിടെ ഞാൻ ഒന്നും കാണുന്നില്ല, അയണും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മൈനിങ് തുടരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ഞാൻ എവിടെയൊക്കെ കളിച്ച് ഇവിടെ ഈ കരകയറിന് ഞാൻ വന്നപ്പോൾ അവിടെ ടോർച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങോട്ട് വന്നു. ഇനി നമുക്ക് ഇനി കുളിക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് വേഗം എപ്പോഴെങ്കിലും -59 എത്തണ വരെ നമുക്ക് കുഴിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഡീഫ്രൈഡ് ലെവൽ വരെ കുഴിച്ചിട്ട് ഒരു അയണും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽ 15 ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ അയൺ കിട്ടുന്ന ഭാഗത്ത് ഒന്നങ്ങോട്ട് കുഴിച്ചു നോക്കിയതുള്ളൂ. അപ്പോഴേക്ക് അയൺ കിട്ടി. ആ ലെക്ക ആലോചിക്കണം ഗൈസ്, വെറുതെ കുഴിച്ചു പോയത്, അപ്പോഴേക്കും അയൺ കിട്ടി. 3 അയൺ. പിക്കാക്സും പൊട്ടി. നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ വേണം പിക്കാക്സ് ഉണ്ടാക്കാൻ. ഇനി അന്നത്തെ വീട്ടിൽ പോയില്ല. ഓക്കെ, നമുക്ക് വേഗം ഇവിടെ എവിടെയെങ്കിലും ഒരു പിക്കാക്സ് വെക്കാം. എന്നിട്ട് അവിടെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം, 2 ഉണ്ടാക്കാം. ഓക്കെ, ബാക്കിയുള്ള അയണോടി 3 അയണ് കിട്ടി നമുക്ക്. 4 അയണുണ്ട്. 4 അയണിൽ കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. ഇത് കുറെ അയണുണ്ടല്ലോ. ഇവിടെ കുറെ അയണുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു വീട് വെക്കാൻ പറ്റും. വീടല്ല, വീട് നമ്മൾ വെച്ചു. നമുക്ക് ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റുന്നുണ്ട്. 23 ആയി. നമുക്ക് വേണമെങ്കിൽ ഫുൾ അയൺ ആർമർ കൊടുങ്ങനെ ആക്കാം. പക്ഷേ നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അയൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലെവൽ 15 അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുഴിച്ചാൽ മതി. എനിക്കുണ്ടോ അത്യാവശ്യത്തിന് അധികം അയൺ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വെയിനേ ഉള്ളൂ. 2 ഉണ്ട്. ഈ നാട്ടുകാർ പറയും ഞാൻ ചീറ്റ് ചെയ്യാണെന്ന്. പക്ഷെ ഹാർഡ് കോറിൽ ചീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് പ്യുവറായിട്ട് തന്നെ കണ്ടുപിടിച്ചുണ്ടാക്കിയതാണ്. അത് ഇനി നമുക്ക് കുഴിച്ചു നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇനി എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അയണും കാര്യങ്ങളൊക്കെ വാല്യുബിളായിട്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഗൈസ്, നമ്മൾ കുറെ കുഴിച്ചു വന്നു, കണ്ടോ, ഇത്രയും കുഴിച്ചു വന്നു. ആദ്യത്തെ ലെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നേക്ക് അയണും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡയറക്ഷൻ അവിടെ നിന്ന് അവിടെ കുഴിച്ചു പോകാൻ നോക്കാം. അപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ചിലപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് മാത്രമേ കുറെ അയൺ ഉണ്ടാവുള്ളൂ തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുഴിച്ചു പോകാൻ തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ കുഴിച്ചു പോയപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല, ഒരു ഡീസ്ഫ്ലേറ്റിന് അവിടെ ഒരു റവീന്, അവിടേക്ക് നമ്മൾ വന്നു. നമ്മൾ നേരത്തെ അവിടെ കുഴിച്ചപ്പോൾ ഒരു റവീൻ കണ്ടുവരുമോ? ആ റവീൻ തന്നെയാണിത്. അവിടെ അയൺ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്ലീസ് വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നമുക്ക് കുറച്ച് അയൺ ഉണ്ട്. വേഗം അവിടെ പോയിട്ട് നമുക്ക് അയൺ എടുക്കാം. അങ്ങോട്ട് എത്തുന്നില്ല. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് പോവാ. അവിടെ അയൺ കിട്ടും. നമുക്ക് വേഗം പോയിട്ട് എടുക്കാം നമുക്ക് അയൺ. ഇത് ലാവയുടെ അപ്പുറത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, അത് ലാവയുടെ അപ്പുറത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പോകും? ഈ സൽക്കാലത്ത് നമുക്ക് ഇങ്ങനെ പോവാം. അങ്ങനെയെങ്കിലും അപ്പുറത്തെത്തു നോക്കാം. അയ്യോ, ഇനി ഈ ലാവ കടന്നു പോകണം, അതാണ് ഇനി റിസ്ക്. ഇവിടെ 2 ബ്ലോക്ക് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്, ഹാർഡ് കോറാണ്. പറയാണ്ട് ഞാൻ ഇവിടെ നിന്ന് തുറന്ന് ഇങ്ങോട്ട് വന്നത് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചു. ഒറ്റ തീ പിടിച്ചുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അയ്യോ, എൻ്റെ നെഞ്ച്, അയ്യോ, രാവിലെ കളി, അയ്യോ, ചത്തേനെ. നീ അയൺ എടുക്കാം. അയൺ എടുക്കാനുള്ള ഒരു മോഹേ. ചത്താലും ഉള്ള അയൺ വേണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇനി റബിനുണ്ടല്ലേ. നമുക്ക് പോയി നോക്കി നോക്കാം. ഇനി താഴേക്ക് ഇനി എന്തെങ്കിലും അയൺ കിട്ടിയാലോ. തീർന്നു. നമ്മൾ മുകളിൽ നിന്ന് കണ്ടപ്പോൾ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നു.
ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങനെ പോവാം. ഇനിയിപ്പോ നമുക്ക് ഇത് മാറ്റി ആക്കിയിട്ട് നമുക്ക് പോവാന്ന് തോന്നുന്നു. വീണ്ടും തീ പിടിച്ചു. ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിലും ചാവും. അയ്യോ ഞാൻ ചത്തു. ഓനോ ഓനോ അയ്യോ ഞാൻ രക്ഷിക്കപ്പെടുന്നു. ഞാൻ ഈ പരിസരത്തേക്കില്ല ഇനി. വേഗം പോട്ടെ. ഇത് ഇത്ര മതി. എത്ര 28 അയൺ കിട്ടി. എനിക്ക് വെച്ചോണ്ട് നമുക്ക് വേഗം വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് ഫുൾ അയൺ ആർമൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ അയൺ കിട്ടിയ അയണൊക്കെ ഫുള്ള് ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ലീഫ് ഷട്ടർ കഴിഞ്ഞു കിട്ടും. നമുക്ക് വേഗം പോയിട്ട് ലീഫ് ഷട്ടർ വേണമെങ്കിൽ എടുക്കാൻ ഇനി ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ കയ്യിൽ കുറെ ഗോൾഡ് കണ്ടോ. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഗോൾഡ് 37 ഗോൾഡ് 3 ചാർക്കോളുണ്ട്. ഇനി അയൺ ഫുള്ള് സ്മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യാം. അപ്പോഴത്തെ നമ്മുടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വീട് നിർത്തിയപ്പോൾ ഓഫ് ക്യാമറയിൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് സ്പ്രൂസ് മരം കിട്ടിയില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയത് അതൊക്കെ ഇവിടെ നിന്ന് നട്ട് വെച്ചു. സ്പ്രൂസ് മരമല്ല, എന്തോ പറയും ഇതിന്, സാപ്ലിങ് അങ്ങനെ എന്തോ പറയും. അതിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ 4 ഒരുമിച്ച് വയ്ക്കാൻ കാരണം വലിയൊരു മരം കിട്ടും 4 ഒരുമിച്ച് വയ്ക്കാൻ. പിന്നെ ഈ 4 ഒരുമിച്ച് വയ്ക്കാൻ സാപ്ലിങ് ഇല്ല. അതുകൊണ്ട് ഒറ്റയിട്ട് അവിടെ വെച്ചു. ഇതിലാന്ന് മരം തന്നെയാണ് വീസ്. ഇപ്പോഴേക്ക് വലുതായതാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ നട്ടത് ഇപ്പോൾ വലുതായതാണ്. ഫുള്ള് കട്ട് ചെയ്യട്ടെ. ഓക്കെ നമ്മൾ ഈ മരം ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോക്ക് അടിയിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് നമുക്ക് എടുക്കാം. അടിയിലത്തെ ലോക്ക് എടുത്ത് നോക്കി അയാള് ഇപ്പോൾ ഒരുക്കി തീർന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉണ്ടായില്ല, കാരണം 28 13 ഒരുക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ലെഗിൻസ് ഉണ്ടാക്കാം അയാണിൻ്റെ. ഓക്കെ, അയാണിൻ്റെ ഒരു ലെഗിൻസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഇതുണ്ടാക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷീൽഡും പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ബാക്കി ഇനി ഒരു അയൺ അവിടെ കിടക്കട്ടെ. ഒരു ഷീൽഡ് ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അയൺ കൊണ്ട് നമുക്ക് ഒരു ഇനി എന്താ ആവശ്യം? ബൂട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ വെച്ചിട്ട് ഒരു ബൂട്ട് ഉണ്ടാക്കാം. ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അതാണ് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അയൺ ആർമർ ആവും. നമ്മളവിടെ കുട്ടപ്പനാവും. എന്തായാലും ഈ എപ്പിസോഡിൽ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ട്രൈ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ നട്ടുവെച്ചൊരു സ്പ്രൂസ് മരം വളർന്നു കിട്ടും. നമുക്ക് അതിൻ്റെ ഫുള്ള് ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഇത് ഫുള്ള് എടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് എന്താ വെച്ച മരങ്ങൾ മാത്രമേ വളരുള്ളൂ. ആ 4 ഒരുമിച്ച് വെച്ച മരങ്ങൾ വളരില്ല. എന്താ അറിയില്ല, ഞാൻ കുറേ നേരം നോക്കണം, പക്ഷെ വളരില്ല. ഇനി നമുക്കിനി ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണം. അതിനുള്ളതായിട്ടുണ്ടാവും. 9 എണ്ണമായി. ഇത് വെച്ച് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. കമോൺ ഗായ്സ്. ഓക്കെ, ആൻഡ് അങ്ങനെ നമ്മൾ ഫുൾ അയൺ ആർമർ ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടോ, ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഫുൾ അയൺ ആർമർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഹാർഡ് കോർ എപ്പിസോഡിൽ 2 തന്നെ. അപ്പോൾ ഇനി ബാക്കിയുള്ള അയൺ കൊണ്ട് നമുക്ക് ബാക്കി വേറെ എന്തെങ്കിലും ഓക്കെ ബാക്കി നമുക്ക് 3 അയൺ ഉണ്ട്. ആ 3 അയൺ കൊണ്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ആണ് ഏറ്റവും ആവശ്യം. അപ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അയണിൻ്റെ ബാക്കി എന്തില്ലെങ്കിലും പിക്കാക്സ് ഭയങ്കര ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഹോപ്പ് യു ആൾ ഗൈസ് എൻജോയ്. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.